അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ച അത്ഭുതങ്ങളുടെ കലവറയായ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഒന്നാമത്തെ ദിവസത്തിലാണ് നാം ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ നാം ധാരാളം സൽക്രമങ്ങൾ ചെയ്യണം, ധാരാളം ഇബാദത്തുകൾ ചെയ്യണം, ധാരാളം ദിക്റുകൾ ചെല്ലണം. ആ കൂട്ടത്തില് രാവിലെയും വൈകുന്നേരവും 70 പ്രാവശ്യം ഒരു മന്ത്രം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ചെയ്തു തരികയാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ വരെ മാറുന്ന അത്ഭുതകരമായ മന്ത്രമാണ്. ഏതാണ് ആ മന്ത്രമെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നാം പതിവാക്കേണ്ട ഒരു ദിക്റും ഒരു സൂറത്തും പഠിക്കാം. റജബ് മാസത്തിന്റെ മഹത്വങ്ങളും പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് പല ദിക്കുകളിൽ നിന്നായി, പല രാജ്യങ്ങളിൽ നിന്നായി, പല സ്ഥലങ്ങളിൽ നിന്നായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ കരുണക്കടലായ അല്ലാഹ് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം, പുണ്യം നേടണം, ബറക്കത്ത് കരസ്ഥമാക്കണം, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട്. നിങ്ങളും ആ മജ്ലിസ് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ച പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിലെ ഒന്നാമത്തെ ദിവസമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നാം ധാരാളം സൽക്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ധാരാളം ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ള തമാശകളിൽ നിന്നും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത്. റജബ് മാസത്തിന് ഒരുപാട് പോരിശകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. എത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, റജബുൻ ഷഹ്റുല്ലാ, റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ് പ്രിയമുള്ളവരെ റജബ് മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് റജബ് മാസത്തിനെ ഒരിക്കലും നമ്മൾ നിസാരപ്പെടുത്താൻ പാടില്ല. എത്രത്തോളം ഇബാദത്തുകൾ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട്. ഒട്ടനവധി മഹത്വങ്ങൾ നിറഞ്ഞ ഒരു മാസമാണല്ലോ പരിശുദ്ധമായ റജബ് മാസം. റജബ് മാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, യുദ്ധം അള്ളാഹു ഹറാമാക്കിയ മാസമാണ് റജബ് മാസം. റജബ് മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല, അത് നിഷിദ്ധമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഈ മാസത്തിൽ എന്നല്ല, ജീവിതത്തിൽ നാം ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. നാം ആരെയെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം മുതൽ ജീവിതകാലം മുഴുവനും മരിക്കുന്നത് വരെ ഇനി ഒരാളെയും ആക്രമിക്കാൻ പാടില്ല, ഒരാളെയും അനാവശ്യം വിളിക്കാൻ പാടില്ല, ഒരാളെയും ചതിക്കാൻ പാടില്ല, ഒരാളുടെയും കുറ്റം പറയാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും വലിയ ഒരു സംഭവമായി അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പരിചയപ്പെടുത്തിയതാണ് ഇസ്രാ മിറാജ് എന്ന് പറയുന്ന സംഭവം. ലോകത്ത് ഒരു ചെറിയ സൈക്കിൾ പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് 7 ആകാശങ്ങളും കടന്ന് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ ഇസ്രാ മിറാജ് കൊണ്ട് ആദരിച്ച മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. മാത്രമല്ല, നമ്മൾക്ക് നിസ്കാരം അള്ളാഹു സമ്മാനമായി തന്ന മാസമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് തൗബ ചെയ്യാൻ അള്ളാഹു നൽകിയ മാസമാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മളൊക്കെ എത്ര തെറ്റുകുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അറിഞ്ഞുകൊണ്ട്, അറിയാതെ, രഹസ്യമായി, കണ്ണുകൊണ്ട്, കാലുകൊണ്ട്, മനസ്സുകൊണ്ട്, ഖൽബ് കൊണ്ട്, ഇങ്ങനെ നമ്മളുടെ അവയവങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ എത്ര തെറ്റുകുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറയാനുള്ള വളരെയേറെ
പവിത്രതകൾ നിറഞ്ഞ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. ആരും അനാവശ്യമായി സമയങ്ങൾ ചെലവഴിക്കരുത്. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് ഒരുങ്ങേണ്ട മാസമാണ് റജബ് മാസവും ശഅബാൻ മാസവും. റജബ് കഴിഞ്ഞാൽ ശഅബാൻ, ശഅബാൻ കഴിഞ്ഞാൽ പിന്നെ പുണ്യങ്ങളുടെ കലവറയായ റമളാൻ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ആ റമളാൻ മാസം നമ്മളിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഇന്നത്തെ ദിവസം മുതൽ ശഅബാൻ 30 ആകുമ്പോഴേക്ക് നാം ഒരുങ്ങണം. നമ്മളെ ഖൽബ് കൊണ്ട്, നമ്മളെ മനസ്സുകൊണ്ട്, നമ്മളെ ചിന്ത കൊണ്ട്, നമ്മളെ ശരീരം കൊണ്ട്, നമ്മളെ വസ്ത്രം കൊണ്ട്, നമ്മളുടെ അവസ്ഥകളെ കൊണ്ടൊക്കെ നമ്മൾ റമളാനിലേക്ക് ഒരുങ്ങണം. അതിനുള്ള ഒന്നാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം, അഥവാ റജബ് 1 ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് അടുക്കുക. നമ്മൾ ധാരാളം സൽക്രമങ്ങൾ ചെയ്യുക. ധാരാളം സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ ആ കൂട്ടത്തില് രാവിലെയും വൈകുന്നേരവും അത്ഭുതകരമായ ഒരു മന്ത്രം നമ്മൾ പറയണം. എത്ര പ്രാവശ്യമാണ് പറയേണ്ടത്? മഹാന്മാര് പഠിപ്പിക്കുന്നു 70 പ്രാവശ്യമാണ് പറയേണ്ടത്. എത്ര പ്രാവശ്യം? 70 പ്രാവശ്യമാണ്. ഏതാണ് ആ ദിക്ർ? ആ ദിക്ർ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ച് നമ്മൾക്ക് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. എല്ലാവരും എന്റെ കൂടെ ഒന്ന് പറയും. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഗ്ഫിർലി, എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ, വർഹംനി, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, വതുബ് അലയ്യ, എന്റെ തൗബ നീ സ്വീകരിക്കണേ റബ്ബേ. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇത് രാവിലെ മഗ്രിബിന്റെ ശേഷം 70 പ്രാവശ്യം, രാവിലെ സുബ്ഹിന്റെ ശേഷവും 70 പ്രാവശ്യം. അങ്ങനെ നമ്മൾ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ്. പ്രിയമുള്ളവരെ, നരകത്തിൽ നമ്മൾ പ്രവേശിക്കുകയില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു പ്രത്യേകമായി നമ്മൾക്ക് നൽകുന്നുണ്ട്. നമ്മളെ തൗബ അള്ളാഹു സ്വീകരിക്കുകയാണ്. എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ഈ ഒരൊറ്റ ദിക്ർ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ്. മാത്രമല്ല ഇസ്തിഗ്ഫാർ ഒരാൾ അധികരിപ്പിച്ചാൽ അവനിക്ക് അള്ളാന്റെ റസൂല് പറയുന്നു മഗ്ഫിറത്തുദ് ദുനൂബ്, അവന്റെ പാപങ്ങൾ പൊറുക്കും. മാത്രമല്ല തഫ്രീജുൽ ഹുമൂമി വ തൈസീറുർ റിസ്ഖി, നമ്മളെ ടെൻഷനുകൾ മാറും. ഒരുപാട് ആളുകൾ പറയുന്നത് ഉസ്താദേ ടെൻഷനാണ്, മക്കളുടെ കാര്യം ആലോചിച്ചാൽ ടെൻഷനാണ്, കുടുംബത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനാണ്, ജോലിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനാണ്, അതുപോലെ വീടിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനാണ്, ഭാര്യയുടെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. ഇങ്ങനെ സങ്കടം പറയാറുണ്ട്. ആ സങ്കടം മാറാൻ ഇനി മുതൽ രാവിലെയും വൈകുന്നേരവും പറഞ്ഞോ 70 പ്രാവശ്യം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ വതൈസീറുർ റിസ്ഖി. ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും. പട്ടിണി കിടക്കേണ്ടി വരില്ല. ഭക്ഷണമില്ല എന്നുള്ള സങ്കടം ഒരാളോടും പറയേണ്ടി വരില്ല. എല്ലാ ടെൻഷനും അള്ളാഹു മാറ്റിത്തരും. നമ്മളെ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരും. ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകും. ഈ ദിക്ർ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാനം മറ്റൊരു ദിക്റും ഒരു സൂറത്തും പറയുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും കേൾക്കുക. അതുപോലെ തന്നെ സകീനത്തുൻ നഫ്സി, ഒരു സമാധാനം അള്ളാഹു നമ്മൾക്ക് നൽകും. എല്ലാവരും പറയുന്ന ഒരു സങ്കടമാണ് ഉസ്താദേ സമാധാനമില്ല, സമാധാനമില്ല എന്നെല്ലാവരും പറയാറുണ്ട്. ആ സമാധാനക്കേടിനുള്ള മരുന്നാണ് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ അത് കാണാതെ പഠിക്ക് സഹോദരി. ഇന്ന് മുതൽ ജീവിതത്തിൽ പകർത്ത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല സമാധാനമുള്ള, ശാന്തതയുള്ള, സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകുകയാണ്. തീർന്നിട്ടില്ല. സിയാദത്തുൽ ഈമാൻ, ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് സിയാദത്തുൽ ഈമാനാണ്. ഈമാൻ വർദ്ധിക്കണം, അല്ലെ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഈമാൻ വർദ്ധിക്കണം. അതിന് പറ്റിയ ദിക്റാണ് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലൈഹ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മൾ അറിയാത്ത രൂപത്തിലൂടെ അള്ളാഹു നമ്മൾക്ക് പണം നൽകും. സാമ്പത്തികമായ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റിത്തരും. നമ്മൾ പോലും അറിയൂല. ആ രൂപത്തിലായിരിക്കും അള്ളാന്റെ സഹായം നമ്മൾക്ക് ഉണ്ടാകുക. ചെല്ലൂലേ? ഇന്ന് മുതൽ ചൊല്ലിക്കോളൂ. ദഫുൽ ബലാഇ വൽ അദാബ്, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും.
ആപത്ത് മുസീബത്തുകൾ നടപാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വൽ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ, അദാബുൻ അലീം, അത് വേദനാജനകമുള്ള ശിക്ഷയാണ്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഖബറിൽ നിന്ന്, ദുനിയാവിൽ നിന്ന്, മഹ്ശറയിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ ദിക്ർ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല, ഇബാദത്തുൽ അംബിയാഇ വസ്വാലിഹീൻ, ഇത് സ്വാലിഹീങ്ങളുടെ ദിക്റാണ്, സ്വാലിഹീങ്ങളുടെ പതിവാണ്. സ്വാലിഹീങ്ങളാണ് എപ്പോഴും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചിരിക്കുക. ഇസ്തിഗ്ഫാറിന്റെ പല രൂപങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു രൂപമാണ് നമ്മൾ എപ്പോഴും ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അതുപോലെ തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതുപോലെ ഇപ്പോൾ പറഞ്ഞ ദിക്ർ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, ഇത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. സ്വാലിഹീങ്ങൾ എപ്പോഴും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. അതുപോലെ തന്നെ അംബിയാക്കളുടെ പതിവാണ്. അംബിയാക്കൾ എപ്പോഴും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. അപ്പൊ ആ കൂലിയും അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഈ ദിക്ർ ഇനിയുള്ള ദിവസങ്ങളിൽ ആരും മറന്നു പോകരുത്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന ദിക്ർ. എന്റെ പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ ഈ റജബ് മാസത്തിലെ ആദ്യത്തെ 10 നമ്മൾ 100 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്ർ ഉണ്ട്. മഹാന്മാർ അവരെ കിതാബിൽ പറയുന്നു. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. ഇതൊരു തസ്ബീഹാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തസ്ബീഹാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ധാരാളം തസ്ബീഹുകൾ അധികരിപ്പിച്ചുവെന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം. അതിൽപ്പെട്ട ഒരു തസ്ബീഹാണ് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. തസ്ബീഹ് നമ്മൾ അധികരിപ്പിച്ചാൽ അത് സികലുൽ ലിൽ മീസാൻ, മീസാനിൽ കനം തൂങ്ങുന്നതാണ്. നാളെ മരിച്ചു കഴിഞ്ഞാൽ മഹ്ശറയിൽ വെച്ച് നമ്മളെ നന്മ തിന്മ തൂക്കപ്പെടും. ആ തൂക്കപ്പെടുന്ന സമയത്ത് നമ്മളെ നന്മ കനം തൂങ്ങാൻ തസ്ബീഹ് അധികരിപ്പിച്ചാൽ മതി. അതിൽപ്പെട്ട ഒരു തസ്ബീഹാണ് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. അത് ഇന്ന് മുതൽ പതിവാക്കുക. റജബ് 1 മുതൽ 10 വരെ. നടുവിലെ 10 വേറൊരു ദിക്റുണ്ട്, ഇൻഷാ അല്ലാഹ് അത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഈ ആദ്യത്തെ 10 റജബിന്റെ ആദ്യത്തെ 10 നമ്മൾ പറയേണ്ട 100 പ്രാവശ്യം പറയേണ്ട ദിക്റാണ് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം. അഫ്ളലുൽ കലാം, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംസാരം തസ്ബീഹുകളാണ്. അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ് തസ്ബീഹ് ചൊല്ലുന്നത്. അതുകൊണ്ട് തസ്ബീഹ് ചൊല്ലുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു 11 പ്രാവശ്യം എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുക. സൂറത്തുൽ ഇഖ്ലാസ് റജബ് മാസത്തിൽ ചൊല്ലിയാൽ പ്രത്യേക പരിഗണന ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലിയാൽ പ്രത്യേക കൂലി അള്ളാഹു നമ്മൾക്ക് നൽകും. 3 പ്രാവശ്യം ചൊല്ലിയ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം അള്ളാഹു നൽകുകയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത്? റജബ് മാസത്തിൽ ഒരു സൽക്കർമ്മം ചെയ്താൽ ഇരട്ടി പ്രതിഫലമല്ലേ അള്ളാഹു നമ്മൾക്ക് നൽകുന്നത്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഇപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും 70 പ്രാവശ്യം അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. റജബ് 1-ാമത്തെ ദിവസം മുതൽ ആദ്യത്തെ 10 ദിവസം സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം 100 പ്രാവശ്യം പറയാ. എല്ലാ ദിവസവും 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റജബ് മാസമൊക്കെയാണ്. രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയവും പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന മാസമൊക്കെയാണ്. ഒരുപാട് ആളുകൾക്ക് നമ്മളെ മജ്ലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും റാഹത്തും സന്തോഷമൊക്കെ ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. കൃത്യമായി 6 മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് പല മജ്ലിസുകളും കാണാണ്ടാകും, പല ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ കേൾക്കാണ്ടാകും, നിങ്ങളെ വീട്ടിലെ തിരക്കുകൾ ഉണ്ടാവും, മക്കളെ കാര്യങ്ങളൊക്കെ നോക്കാണ്ടാവും. ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞിരിക്കുമ്പോഴെങ്കിലും ആ മജ്ലിസ് ഒന്ന് കാണണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.